റഷ്യ ഇന്ത്യക്ക് പണി തന്നോ? ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ചോദിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റഷ്യ ഇപ്പോൾ പാകിസ്ഥാന് ഇന്ത്യ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ഫ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റിൻ്റെ എഞ്ചിനുകൾ കൊടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ പ്രധാന ആവശ്യം അത് റഷ്യ നിരസിച്ച് പാകിസ്ഥാൻ യുദ്ധവിമാന എഞ്ചിനുകൾ കൊടുക്കുമ്പോൾ ഇന്ത്യ അതെങ്ങനെ നോക്കിക്കാണും എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ്. JF-17 യുദ്ധവിമാനം ചൈനീസ് യുദ്ധവിമാനമാണ് പാകിസ്ഥാൻ്റെ. പക്ഷേ അത് പറക്കാൻ റഷ്യൻ നിർമ്മിത എഞ്ചിൻ പാകിസ്ഥാൻ ആശ്രയിക്കുന്നത്. റഷ്യയുടെ RD-93MA എഞ്ചിനാണ് ഈ യുദ്ധവിമാനത്തിന് കരുത്ത് പകരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ എഞ്ചിനെ ചൊല്ലി ഇന്ത്യയും റഷ്യയും തമ്മിൽ തർക്കമുണ്ടായേക്കാമെന്നാണ് പറയുന്നത്. ഈ എഞ്ചിൻ പാകിസ്ഥാന് നൽകണമെന്ന് വളരെ കാലമായി റഷ്യയോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ എതിർപ്പുകൾ അവഗണിച്ച് റഷ്യ പാകിസ്ഥാൻ RD-93MA എഞ്ചിനുകൾ നൽകാൻ തീരുമാനിച്ചു. റഷ്യയുടെ യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷൻ UEC ക്ലിമോവ് നിർമ്മിക്കുന്ന ഈ നൂതന പവർ പ്ലാന്റുകൾ ചൈനയുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത പാകിസ്ഥാൻ വ്യോമസേനയുടെ ഏറ്റവും നൂതനമായിട്ടുള്ള JF-17 തണ്ടർ ബ്ലാക്ക് 3 യുദ്ധവിമാനത്തിൻ്റെ നട്ടലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാൻ വ്യോമസേനയുടെ ശക്തിയും ആധുനികവൽക്കരണ ശേഷിയും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നതിനാൽ പാകിസ്ഥാൻ എഞ്ചിനുകൾ വിൽക്കരുതെന്ന് ഇന്ത്യ വളരെ കാലമായി റഷ്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും മോസ്കോ ഇന്ത്യ അവഗണിക്കുകയും എഞ്ചിൻ വിതരണം തുടരാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം എഞ്ചിൻ വിതരണം നിർത്താൻ ഇന്ത്യ റഷ്യയോട് അഭ്യർത്ഥിച്ചതായും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിക്കുന്ന 4.5 തലമുറ, അതായത് 4.5 ജനറേഷൻ യുദ്ധവിമാനമാണ് ഈ JF-17 എന്ന് പറയുന്നത്. ഈ യുദ്ധവിമാനത്തിൻ്റെ പ്രാരംഭ വകഭേദങ്ങളായിട്ടുള്ള ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്നിവ പലപ്പോഴും കുറഞ്ഞ വിലയുള്ള ഇടത്തരം യുദ്ധവിമാനങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ബ്ലോക്ക് 3 ഒരു നൂതന യുദ്ധവിമാനമാണ്. AESA റഡാർ, ഹെൽമറ്റ് ഘടിപ്പിച്ച ഡിസ്പ്ലേകൾ, നൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, ചൈനീസ് നിർമ്മിത PL-15 ദീർഘദൂര മിസൈലുകൾ എന്നിവ ഈ വകഭേദത്തിൽ ഉൾപ്പെടുന്നുണ്ട്. റഫേലും സുഖോയ് 30 MKAയ്ക്കും സമാനമായ ശേഷി JF-17 യുദ്ധവിമാനത്തിനുണ്ട് എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും വിദഗ്ധർ ഈ അവകാശവാദം തള്ളിക്കളയുന്നു. ഈ റഷ്യൻ എഞ്ചിനുകളെ ഇന്ത്യ എതിർക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.